ഈ ചൈന ഇന്ത്യയിലേക്ക് ഒരു റെയിൽ പാത പണിയുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം എന്തുവാ? ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് മുഴുവിപ്പിക്കാനൊക്കില്ല. വേണമെങ്കിൽ ഇന്ത്യയുടെ പടിവാതിൽക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരേ സമയം പ്രതീക്ഷയുണ്ട്, അതേസമയം വലിയ ആശങ്കയും ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഇന്ത്യ ചൈന പുതിയ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന സൗഹൃദമാണ് എങ്കിൽ അത് ഇന്ത്യക്ക് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. കാരണം ആ റെയിൽപാത ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ത്യയിലും അങ്ങോട്ട് റെയിൽപാത നിർമ്മിച്ച് ഇതുമായി സംയോജിപ്പിക്കുന്നെങ്കിൽ ഉറപ്പായും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് ചരക്ക് ഗതാഗതം അടക്കമുള്ള സംഗതികൾ വളരെ സുഗമമായി നടക്കും. പരസ്പര സഹകരണം, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അടക്കമുള്ള കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കും. ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പം നിലവിൽ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് റെയിൽപാതയുണ്ട്, പാകിസ്ഥാനുമായിട്ട് റെയിൽപാതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചൈനയുമായിട്ടും അത്തരത്തിലൊരു റെയിൽപാത എന്നുള്ളത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരേ സമയം പ്രതീക്ഷയും ഒരേ സമയം ആശങ്കയും ഉണ്ടാക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ പടിവാതിൽക്കൽ വരെ ഉള്ളൂ ഈ റെയിൽപാത. അതായത് ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ, നിയന്ത്രണ രേഖ, അതിന് പരിസരത്താണ് ചൈനയുടെ റെയിൽപാത കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴുള്ള ഇരിപ്പ് വശം അങ്ങ് തെറ്റുന്നെന്ന് കരുതുക. വീണ്ടും പഴയ പോലെ ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ റെയിൽപാത ഇന്ത്യക്ക് കടുത്ത ഭീഷണിയാകാനും സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ചൈനയുടെ സേനാ മുന്നേറ്റം ഈ റെയിൽപാതയിലൂടെ, പ്രത്യേകിച്ചും വലിയ യുദ്ധസാമഗ്രികൾ, ടാങ്കുകളടക്കമുള്ള യുദ്ധസാമഗ്രികൾ, വെടിക്കോപ്പുകളടക്കമുള്ളവ റെയിൽ മാർഗം അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, വലിയ കൂറ്റൻ ട്രെയിനിൽ സൈനികരെ അടക്കം അങ്ങോട്ടേക്ക് സുഗമമായി എത്തിക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഭീഷണിയും കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ ഇത് ഈ റെയിൽപാത നിർമ്മിക്കുന്നത് ഗോൾമുഡ് ലാസ സെക്ഷൻ, അവിടെ 2006 കൃത്യം പറഞ്ഞാൽ ഇത് സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരമുള്ള നമ്മുടെ ഈ ആക്സായ് ചിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മലനിരയാണ്, മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിര. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അത് പിന്നാലെ പറഞ്ഞുതരാം. അപ്പോൾ ആ പ്രദേശത്തോട് ചേർന്ന്, കൃത്യമായി പറഞ്ഞാൽ തിബറ്റിൻ്റെ ഭാഗമാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഈ 2006 ഈ ഗോൾമുണ്ട് ലാസ സെക്ഷനിൽ ഒരു റെയിൽപാത നിർമ്മിച്ചു. അപ്പോൾ ഒരു ചരിത്രപരമായ റെയിൽപാതയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ തിബറ്റിനെയും ചൈനയുടെ മുഖ്യ റെയിൽപാതയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ആദ്യമാണ് അങ്ങനെ ഒരു റെയിൽപാത അവിടെ യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ ഒരു റെയിൽപാതയെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അത് തിബറ്റ് സിയാൻജിങ് എന്ന് പറയുന്ന റെയിൽവേ ലൈനാണ് ഇപ്പോൾ ചൈന ചിന്തിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ചൈന പദ്ധതി ഇടുന്നത്. ഇത് ഈ ആക്സായ് ചിൻ എന്ന് പറയുന്ന മഞ്ഞു മൂടിയ, അതായത് നമ്മുടെ ഈ സൈനികരുടെ ത്യാഗോജ്ജല ജീവിതം കാണിക്കാനായിട്ട് ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ ബൂട്ടൊക്കെ ഇട്ട്, കമ്പിളി ജാക്കറ്റൊക്കെ ഇട്ട്, കണ്ണടയൊക്കെ വെച്ച് മഞ്ഞ് മലകൾക്കിടയിൽ കാവൽ നിൽക്കുന്ന സൈനികരെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഈ ആക്സായ് ചിൻ മേഖലയാണ്, അതിശൈത്യ മേഖലയാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടെ കടന്നു പോകുന്ന അവിടുത്തെ ലൈൻ ഓഫ് കൺട്രോൾ LOCയുടെ പരിസരത്തു കൂടിയാണ് ഈ റെയിൽപാത കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഗുരുതരമായ സംഗതി ഉള്ളത്. ഇനി 1950 പോകണം, അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടുകയുള്ളൂ. ഈ ആക്സായ് ചിന്നിൻ്റെ ഭാഗത്ത് 1950 ഒരു റെയിൽപാത നിർമ്മിക്കാനായിട്ട് ചൈന പദ്ധതി ഇട്ടിരുന്നു. അന്ന് ഈ ആക്സായ് ചിൻ, ഈ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധീനതയിലാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ അധീനതയിലല്ല, അത് ചൈന കൈയടക്കി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ ഈ ആക്സായ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ ആക്സായ് ചിൻ മേഖല ഇപ്പോൾ വാസ്തവത്തിൽ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ അവിടെ റെയിൽപാത നിർമ്മിക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ലസ എന്ന് പറയുന്ന മേഖലയെ, തിബറ്റിൻ്റെ ഭാഗമായ ലസ എന്ന് പറയുന്ന മേഖലയിലേക്കാണ് ഈ റെയിൽപാതകളെല്ലാം വരുന്നത്. ഇവിടെ 2006 ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചതിന് ശേഷം 2 റെയിൽപാത കൂടി വന്നിരുന്നു. അത് ഒന്ന് 2014 ലാസ ഷിഗാത്സെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് റെയിൽപാത വന്നത്. അടുത്തത് വന്നത് ലാസ നൈങ്ചി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് 2021. ഈ പറയുന്ന റെയിൽപാത, അതായത് ലാസ നൈങ്ചി എന്ന് പറയുന്ന റെയിൽപാത നമ്മുടെ തെക്ക് കിഴക്ക് അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. അപ്പോൾ ഈ റെയിൽപാത ചെങ്ദു എന്ന് പറയുന്ന ഒരു ചൈനീസ് പ്രവിശ്യയുണ്ട്. ഈ ചെങ്ദു എന്ന് പറയുന്നത് ചൈനയുടെ ഒരു
യുദ്ധോപകരണങ്ങളുടെ ഒരു കേന്ദ്രമാണ്, വലിയ സൈനിക താവളമാണ്. അപ്പോൾ ഈ പറയുന്ന റെയിൽവേ ലൈൻ, ഈ ലാസ നൈൻജി റെയിൽവേ ലൈൻ അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയിലൂടെ കടന്നുപോയി ചെങ്തുവിലോട്ട് എത്തിച്ചേർന്നാൽ അത് ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയാണ്. ഈ പറയുന്ന രീതിയിൽ സൈനിക വിന്യാസമൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, ഈ പറയുന്ന പുതിയൊരു റെയിൽപാത ഇപ്പോൾ പറഞ്ഞല്ലോ, തിബറ്റ് സിയാൻജിങ് എന്ന് പറയുന്ന പുതിയ റെയിൽപാതയാണ് അവർ ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നത്. ആ റെയിൽപാതയെ അവർക്ക് നേപ്പാളിൻ്റെ അതിർത്തി വരെ ബന്ധിപ്പിക്കാനും പ്ലാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഗിറോങ്ങും നേപ്പാൾ മേഖലയായി ബന്ധിപ്പിക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ തിബറ്റിൻ്റെ തന്നെ അതിർത്തി പ്രദേശം, അവിടെ ഒരു ത്രിശങ്കു പോലുള്ളൊരു സ്ഥലമാണ്. ടിബറ്റുണ്ട്, അവിടെ നേപ്പാളുണ്ട്, ഭൂട്ടാനും ഉണ്ട്. ഈ 3 കക്ഷികളും ചേരുന്ന ആ ട്രയാങ്കിൾ പറയുന്ന പ്രദേശത്ത് ഈ റെയിൽപാത എത്തിക്കാനാണ് നമ്മുടെ ചൈന പദ്ധതി ഇടുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡോക്ലാം സംഘർഷം ഇല്ല, ഇന്ത്യ ചൈന ഡോക്ലാം സംഘർഷം, അത് ഈ പ്രദേശത്താണ് ഉണ്ടായത്. അപ്പോൾ ചൈന റെയിൽപാത ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരേ സമയം ഇന്ത്യക്ക് പ്രതീക്ഷയാണ്, അതിലേറെ ആശങ്കയാണ്. കാരണം അറിയാമല്ലോ, ചൈന ഈ മേഖലകൾ കൈവശപ്പെടുത്തണം എന്ന് ഒരു ഹിഡൻ അജണ്ട ഉള്ള രാഷ്ട്രമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ റെയിൽപാത നിർമ്മിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ഈ ഗതാഗതത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ ചരക്ക് നീക്കത്തെക്കാൾ ഉപരി, അവർ ഒരു പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി, യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് വേണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഇന്ത്യ ചൈന നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, സൗഹൃദ രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു വ്യാപാര ഇടനാഴിയെന്നോ അങ്ങോട്ടുള്ള ചൈനയിലേക്കുള്ള പ്രവേശന കവാടമായിട്ടോ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, ചിത്രീകരിക്കാം. പക്ഷേ ചൈന അവിടം വരെ റെയിൽപാത നിർമ്മിച്ചത് ഒരു പക്ഷേ അവർക്ക് അവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ച് അതിന് അനുകൂലമായ ഘടകമായിരിക്കാം. പക്ഷേ ഇന്ത്യക്ക് ഈ 4000 മീറ്റർ ഉയരം അടി വരെ റെയിൽപാത എത്തിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ചൈനയുമായിട്ട് അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ അവിടം വരെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ ഒരുപാട് മലകൾ, കുന്നുകളൊക്കെ തുരന്ന് റെയിൽപാത നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരു റെയിൽപാത വരുന്നു, അത് നമുക്ക് ആശങ്ക തരുന്നുണ്ട്, അതേസമയം ചെറിയ രീതിയിൽ പ്രതീക്ഷയും തരുന്നുണ്ട്. ട്രംപിന് ഇത്തരത്തിൽ ചൈനയുടെ ഒരു നീക്കം വളരെ അസ്വസ്ഥനാക്കൂലേ ട്രംപിനെ? അല്ല, ഇത് ട്രംപിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വ്യാപാര സാധ്യത എന്ന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. അത് വിരളമാണ്, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ നമ്മുടെ ഈ പറയുന്ന മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ലാം സംഘർഷം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞും ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് അവിടെ. മുൻപ് 1962 ഇന്ത്യ ചൈന യുദ്ധം വരെ നടന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു റെയിൽപാത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷകളെക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കേണ്ട ആശങ്കയ്ക്ക് തന്നെയാണ്. അത് ട്രംപിൻ്റെ ആശങ്കയല്ല, നമ്മുടെ തന്നെയാണ്. അതെ.